ഉൽപ്പത്തി പുസ്തകം 48 അധ്യായം 1 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ഉൽപ്പത്തി 48 1 മുതൽ 22 വരെ. അനന്തരം യോസേഫിനെ, നിന്റെ അപ്പൻ ദീനമായി കിടക്കുന്നു എന്ന് വർത്തമാനം വന്നു. ഉടനെ അവൻ മനശ്ശെ, എഫ്രൈം എന്നു 2 പുത്രന്മാരെയും കൂട്ടിക്കൊണ്ടു ചെന്നു. നിന്റെ മകൻ യോസേഫ് ഇതാ വരുന്നുവെന്ന് യാക്കോബിനെ അറിയിച്ചു. അപ്പോൾ ഇസ്രായേൽ തന്നെ താൻ ഉറപ്പിച്ചു കട്ടിൽമേലിരുന്നു. യാക്കോബെ യോസേഫിനോട് പറഞ്ഞത്, സർവശക്തിയുള്ള ദൈവം കനാൻ ദേശത്തിലെ ലൂസിൽ വെച്ച് എനിക്ക് പ്രത്യക്ഷനായി എന്നെ അനുഗ്രഹിച്ചു. എന്നോടെ, ഞാൻ നിന്നെ സന്താനപുഷ്ടിയുള്ളവനാക്കി പെരുക്കി നിന്നെ ജനസമൂഹമാക്കുകയും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ഈ ദേശം ശാശ്വതാവകാശമായി കൊടുക്കുകയും ചെയ്യുമെന്ന് അരുളി ചെയ്തു. മിസ്രയീമിൽ നിന്നേ നിന്റെ അടുക്കൽ ഞാൻ വരും മുൻപേ നിനക്ക് മിസ്രയീം ദേശത്ത് വെച്ച് ജനിച്ച 2 പുത്രന്മാരായ മനശ്ശെയും എഫ്രൈമും എനിക്കുള്ളവർ ആയിരിക്കട്ടെ. രൂബേനും ശിമെയോനും എന്ന പോലെ അവർ എനിക്കുള്ളവരായിരിക്കട്ടെ. ഇവരുടെ ശേഷം നിനക്ക് ജനിക്കുന്ന സന്തതിയോ നിനക്കുള്ളവരായിരിക്കട്ടെ. അവർ തങ്ങളുടെ അവകാശത്തിൽ തങ്ങളുടെ സഹോദരന്മാരുടെ പേരിൻ പ്രകാരം വിളിക്കപ്പെടട്ടെ. ഞാൻ പതിനിൽ നിന്ന് വരുമ്പോൾ കനാൻ ദേശത്തെ എഫ്രാത്തിലെത്തുവാൻ അല്പം ദൂരം മാത്രമുള്ളപ്പോൾ വഴിയിൽ വെച്ച് റാഹേൽ മരിച്ചു. ഞാൻ അവളെ അവിടെ ബേത്ലഹേം എന്ന എഫ്രത്തിലുള്ള വഴിയരികെ അടക്കം ചെയ്തു. ഇസ്രായേൽ യോസേഫിൻ്റെ പുത്രന്മാരെ കണ്ടപ്പോൾ ഇവർ ആരെന്ന് ചോദിച്ചു. ദൈവം ഇവിടെ എനിക്ക് തന്നിട്ടുള്ള പുത്രന്മാരെന്ന് യോസേഫ് അപ്പനോട് പറഞ്ഞു. അവരെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക, ഞാൻ അവരെ അനുഗ്രഹിക്കുമെന്ന് അവൻ പറഞ്ഞു. എന്നാൽ ഇസ്രായേലിൻ്റെ കണ്ണെ വയസ്സുകൊണ്ട് മങ്ങിക്കാണുവാൻ വഹിയായിരുന്നു. അവരെ അടുക്കൽ കൊണ്ടുചെന്നപ്പോൾ അവൻ അവരെ ചുംബിച്ചു ആലിംഗനം ചെയ്തു. ഇസ്രായേൽ യോസേഫിനോടെ, നിന്റെ മുഖം കാണുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. എന്നാൽ നിന്റെ സന്തതിയെയും കാണുവാൻ ദൈവം എനിക്ക് സംഗതി വരുത്തിയല്ലോ എന്ന് പറഞ്ഞു. യോസേഫ് അവരെ അവൻ്റെ മുഴങ്കാലുകൾക്കിടയിൽ നിന്ന് മാറ്റി സാഷ്ടാംഗം നമസ്കരിച്ചു. പിന്നെ യോസേഫ് എഫ്രൈമിനെ വലതു കൈ കൊണ്ട് പിടിച്ച് ഇസ്രായേലിൻ്റെ ഇടതു കൈക്ക് നേരെയും മനശ്ശെ ഇടതു കൈ കൊണ്ട് പിടിച്ച് ഇസ്രായേലിൻ്റെ വലതു കൈക്ക് നേരെയുമായി ഇങ്ങനെ 2 പേരെയും അവൻ്റെ അടുക്കൽ കൊണ്ടുചെന്നു. ഇസ്രായേൽ വലം കൈ നീട്ടി ഇളയമാനായ എഫ്രൈമിൻ്റെ തലയിലും ഇടതു കൈ മൂത്തവനായ മനശ്ശെയുടെ തലയിലുമായി അങ്ങനെ തൻ്റെ കൈകളെ പിടച്ചു വെച്ചു. പിന്നെ അവൻ യോസേഫിനെ അനുഗ്രഹിച്ചു. എൻ്റെ പിതാക്കന്മാരായ അബ്രഹാം ഇസ്ഹാക്കും ഭജിച്ചു പോകുന്ന ദൈവം, ഞാൻ ജനിച്ച നാൾ മുതൽ ഇന്ന് വരെയും എന്നെ പുലർത്തിയിരിക്കുന്ന ദൈവം, എന്നെ സകല ദോഷങ്ങളിൽ നിന്നും വിടുവിച്ച ദൂതൻ ഈ കുട്ടികളെ അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പേരും എൻ്റെ പിതാക്കന്മാരായ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും പേരും ഇവരിൽ നിലനിൽക്കട്ടെ. അവർ ഭൂമിയിൽ കൂടാര വാഴിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൻ വലതു കൈ എഫ്രൈമിൻ്റെ തലയിൽ വെച്ചു എന്ന് യോസേഫ് കണ്ടപ്പോൾ അവൻ അനിഷ്ടം തോന്നി. അപ്പൻ്റെ കൈ എഫ്രൈമിൻ്റെ തലയിൽ നിന്ന് മനശ്ശെയുടെ തലയിൽ മാറ്റിവെപ്പാൻ പിടിച്ചു. യോസേഫ് അപ്പനോടെ, അങ്ങനെയല്ല എൻ്റെ അപ്പ, ഇവനല്ലോ ആദ്യജാതൻ, ഇവൻ്റെ തലയിൽ വലം കൈ വെക്കണമെന്ന് പറഞ്ഞു. എന്നാൽ അപ്പൻ സമ്മതിക്കാതെ, എനിക്കും അറിയാം മകനെ, എനിക്കറിയാം, ഇവനും ഒരു വലിയ ജാതിയായി തീരും. ഇവനും വർദ്ധിക്കും, എങ്കിലും അനുജൻ അവനേക്കാൾ അധികം വർദ്ധിക്കും. അവൻ്റെ സന്തതി ജനസമൂഹമായി തീരുമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെ അനുഗ്രഹിച്ചു. ദൈവം നിന്നെ എഫ്രൈമിൻ്റെയും മനശ്ശെയും പോലെ ആക്കുമാറാക്കട്ടെ എന്ന് ഇസ്രായേലിയർ നിന്റെ പേർ ചൊല്ലി അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. എഫ്രൈമിനെ മനശ്ശെയും മുമ്പാക്കി. യോസേഫിനോട് ഇസ്രായേൽ പറഞ്ഞത്, ഇതാ ഞാൻ മരിക്കുന്നു. ദൈവം നിങ്ങളോടുകൂടെ ഇരുന്ന് നിങ്ങളെ നിങ്ങളുടെ പിതാക്കന്മാരെ ദേശത്ത് മടക്കി കൊണ്ടുപോകും. എൻ്റെ വാളും വില്ലും ഞാൻ അമോര്യരുടെ കയ്യിൽ നിന്ന് പിടിച്ചടക്കിയ മലഞ്ചരു ഞാൻ നിൻ്റെ സഹോദരന്മാരുടെ ഓഹരിയിൽ കവിഞ്ഞതായി നിനക്ക് തന്നിരിക്കുന്നു. ദൈവമേ, സ്തുതി അങ്ങേക്ക് യോഗ്യമാവുന്നു. ബാറക്കുമോർ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്ക് സ്തുതി ആദ്യം മുതൽ എന്നേക്കുള്ളതാകുന്നു. ആമീൻ.